ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1 കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട്. ഇനി മുറിച്ച ശേഷം അത് നല്ലതുപോലെ ഒരു 4-5 പ്രാവശ്യം വെള്ളത്തിലിട്ട് വൃത്തിയായി കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവയിട്ട് നല്ലതുപോലെ തിരുമ്മി വെക്കുന്നുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്നിച്ച് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉള്ളി കൂടി ചതച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അരകല്ലിലാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. ഇനി ഇതില്ലാത്തവർക്ക് മിക്സിയിലാണെങ്കിലും ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ മൺചട്ടിയിലാണ് കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നടുവേ കീറിയ 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സവാള കൊത്തിയരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ മല്ലിപ്പൊടി അത്യാവശ്യം കൂടുതൽ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു സ്പൂണിൽ 5 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ശേഷം ഒരു 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കൂടിയാണ് കേട്ടോ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇനി ഒന്ന് വഴറ്റി മസാല റെഡിയാക്കി എടുക്കാം.
ഇനി ഇതിലേക്ക് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കൊഴുപ്പിച്ചെടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല നന്നായി കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബീഫ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫിലേക്ക് മസാല പിടിക്കുന്നതിനായിട്ട് നല്ലതുപോലെ ചേർത്ത് ഇളക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ വേവിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വേവുണ്ട്. അപ്പോൾ ബീഫ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ച ബീഫ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറൊക്കെ വെച്ചപ്പോഴേക്കും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, കറിവേപ്പില, എണ്ണ എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ബീഫ് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.